ഹായ്, എല്ലാവർക്കും വെൽക്കം. ഇന്നത്തെ റീഡിയിൽ ചെയ്യാൻ പോണ നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, കരിയറിൽ ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നവരുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ കരിയറിൽ നടക്കുന്നത്, ഇനി എന്ത് ചെയ്താൽ അബണ്ടൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, 3 എനർജി ഉണ്ട്. കറൻ്റ്ലി കൺഫ്യൂഷനാണ്. ഈ 3 എനർജി കാണിക്കുന്ന കൺഫ്യൂഷൻ്റെ കാർഡാണ് കേട്ടോ. അതായത് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരാളാണ്. സോറി ഫോർ ദ നോയ്സ്, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്ന ഇപ്പോൾ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന ഒരാളെയാണ് 3 എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ചാർട്ടിൽ അപ്പോൾ ആ ഒരു ഗ്രഹനിലയിലൊക്കെ പറയില്ലേ, അപ്പോൾ അതിൽ ആ ഒരു ഗ്രഹദോഷങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഇങ്ങനത്തെ 3 എനർജി നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ സത്യത്തിൽ നിങ്ങൾ ഈ ഹൈറഫൻ്റ് എനർജിയിലുള്ള ഒരാളാണ്. അതായത് പവറൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ കണ്ട ആ വീൽ ഇങ്ങനെ കറങ്ങി, അപ്പോൾ അതൊരു കർമ്മ റിലീസിങ്ങിൻ്റെയും കൂടെ കാർഡാണ്. നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിരിക്കുന്നതും ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതും ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ അനുഭവിക്കുന്നത് അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഫൈനാൻഷ്യൽ ബ്ലോക്ക് വരുന്നത്. നമുക്ക് നമ്മുടെ കർമ്മത്തിലുള്ള ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആൻസിസ്റ്റർ പിതൃക്കൾ എന്നൊക്കെ പറയത്തില്ല, അവരിലും അവരുടെ ബ്ലെസ്സിങ്സും നമുക്കില്ലാത്തപ്പോഴൊക്കെയാണ് നമുക്ക് ഈ എന്താ പറയുന്നത് ഫൈനാൻഷ്യൽ അബണ്ടൻസ് വരാത്തത്. അതുപോലെ നമ്മുടെ റൂട്ട് ചക്ര ബ്ലോക്ക് ആയിരിക്കും. ആ കാര്യങ്ങൾ വരുമ്പോഴേ നമുക്ക് ഫൈനാൻസ് കുറേ ലൈഫിൽ. ഇതാണ്ട് ഹാങ്ഡ് മാന നെക്സ്റ്റ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഹാങ് ചെയ്യുമെന്ന് വെച്ചാൽ എന്താ, സ്റ്റക്കായി നിൽക്കുമെന്നാണ് മീനിങ്. നിങ്ങൾ അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്, നിങ്ങൾക്ക് അറിയത്തില്ല എങ്ങോ പോകണമെന്ന്. പിന്നെ ഇത് പറയുന്നത് ഒരു നെഗറ്റിവിറ്റി ഉള്ള കാർഡും കൂടിയാണ്. നമ്മുടെ അഡിക്ഷൻസിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അഡിക്ഷൻ ഉള്ളവരാണെങ്കിൽ അത് ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ എന്തെങ്കിലും ഇനിയൊരു പേഴ്സണിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ കാര്യങ്ങളിൽ വർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ വീൽ ഓഫ് ഫോർച്യൂൺ വീൽ ടേൺ ആവും. അപ്പോൾ നിങ്ങളിലേക്ക് അബണ്ടൻ വരാൻ തുടങ്ങും. ഓക്കെ, ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചു നോക്കാമേ. നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചു നോക്കാം. ഫൂൾ എനർജിയാണ് വന്നിരിക്കുന്നത്. ഫൂൾ എന്ന് പറയുന്ന എസ്സും പറയാൻ പറ്റില്ല, നോയും പറയാൻ പറ്റില്ല. അതായത് ഫൂൾ എന്ന് പറയുമ്പോൾ ലോ എനർജിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതായത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ ഒരു സെൽഫ് എസ്റ്റീമോ കോൺഫിഡൻസോ ഒന്നും ഇല്ലാത്ത ഒരാളെ കാണിക്കുന്ന ഫൂൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളിൽ തന്നെ വർക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ടെങ്കിൽ മാത്രമേ ചേഞ്ചസിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്ത് കൊണ്ടുവരുമ്പം ഇതാണ്ട് എംപററാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു രാജാവിൻ്റെ പൊസിഷനിലേക്ക് വരാൻ പറ്റും. എംപറർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ, റൂൾ ചെയ്യാൻ ഒരു കിങ്ങിൻ്റെ പവറൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ സ്പിരിച്വലി ആണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഈ സ്പിരിച്വലായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക. അമ്പലങ്ങളിലൊക്കെ ദർശിക്കുക, നല്ല കാര്യങ്ങൾ ഫുഡ് കൊടുക്കുക, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ജപമൊക്കെ ചാൻറ്റ് നടത്തുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും. താങ്ക് യു.